മീ വീഡിയോ കണ്ടാലോ? പാക്ക് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ജേണൽ സപ്ലൈസും ജേണൽ ബുക്സ് ഒക്കെയാണ്. ഈ കാണിക്കുന്ന വിൻറ്റേജ് ജേണൽ ബുക്ക് നിങ്ങൾ ഇതിന് മുന്നേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വിൻറ്റേജ് ആയിട്ട് കുറച്ച് അധികം ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വിൻറ്റേജ് ബുക്കാണ് ഇത്. അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ ഇതേപോലത്തെ ബുക്ക് ഉണ്ടാക്കാട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനി. അപ്പം അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേനി ഈ ഒരു കവായ് സ്റ്റിക്കേഴ്സ് എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത് എന്ന്. ഇത് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ബുക്ക് സ്റ്റാളിനാട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതിന് ഒന്നിന് 10 രൂപയേ ആവണുള്ളൂ. ഇത് നമുക്ക് മീഷോന്ന് ഫ്ലിപ്പിന്ന് ഒക്കെ ഒരു 20 സെറ്റായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. 150 160 ആ ഒരു പ്രൈസിനൊക്കെ കാണാം. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പം ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് മേടിച്ചാൽ മതി. അപ്പം ഞാൻ അതിൻ്റെ 2 എണ്ണം കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഒട്ടും പ്ലാനഡ് അല്ലേന് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് ഇനി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഇനി പ്ലാൻ എന്നുണ്ടെങ്കിലും ഈ വീഡിയോ കുറച്ചധികം ലോങ് ആയി പോയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കണേ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാക്ക് വിത്ത് മീ വീഡിയോസൊക്കെ പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കൊറോണൻ്റെ ഒക്കെ ആ ഒരു ടൈം ഉണ്ടല്ലോ, അന്നൊക്കെ ഈ ഒരു ASMR രീതിയിലുള്ള കുറേ വീഡിയോസൊക്കെ പാക്ക് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കേനി. ഇപ്പോഴും കാണും കേട്ടോ. പക്ഷേ പണ്ടത്തെ മാതിരി ഇപ്പോൾ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും കാണൂല. പക്ഷേ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാരെ വീഡിയോസ് കേട്ടോ. ഓരോ പാക്കിംഗ് വീഡിയോസ് തന്നെ കാണാൻ നല്ല രസമാണ്. പിന്നെ അത് ASMR കൂടി ആവുമ്പം പറയണ്ടല്ലോ. പക്ഷെ നമ്മൾ ASMR ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കാരണം നല്ല വിടലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ആർക്കാണ് നമ്മൾ പാക്ക് ചെയ്യണത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. ഇതൊരു ചെറിയ ഗീവ് അവേ പോലെ നമ്മളെ 2 സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാണ് കേട്ടോ. 2 ആളും സിസ്റ്റേഴ്സ് ആണ്. നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നല്ല സപ്പോർട്ടാണ് കേട്ടോ. 2 ആളും നന്നായിട്ട് തന്നെ കമന്റ് ഒക്കെ ഇട്ടിട്ട് എന്നെ നല്ലോണം പ്രോത്സാഹിപ്പിക്കലുണ്ട്. അത് ആരാന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാട്ടോ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ള കുറേ ഐറ്റംസും അതല്ലാതെ ഞാൻ വേറെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസും ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസറൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് അറിയല്ലോ അല്ലേ. ഇതിനിപ്പോൾ ചാനൽ മോണിറ്റൈസ് ആവാൻ തന്നെ കുറച്ചധികം ടൈമൊക്കെ എടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ലോങ് വീഡിയോസിന് അത്രയ്ക്ക് വ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള കുറേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ജേർണലിങ് ചെയ്യാൻ ഇപ്പം ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആദ്യം വലിയ ഒരു ഐഡിയ ഒന്നും ഇല്ല, എന്നാൽ ജേർണലിങ് ചെയ്യാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഇല്ലേനു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സപ്ലൈസ് ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും വേറെ ആർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രയൊക്കെ ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ്, ഇതേപോലത്തെ പോസ്റ്റ് കാർഡ്സ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ബിഗിനേഴ്സ് ആകുമ്പം നമുക്ക് ആദ്യം ചെയ്ത് പഠിക്കാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പം ഞാൻ ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സപ്ലൈസ് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പം അതും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോട്ടെ വിചാരിച്ചിട്ട്. ഇനി ഞാൻ വാഷി ടാപ്പ് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഡ്രസ്സിൻ്റെ ഒക്കെ ടാഗ് ഉണ്ടാവുമല്ലോ, അതാട്ടോ. അതിൻ്റെ മേലെ ഇതേപോലെ സെല്ലോ ടാപ്പ് 2 സൈഡിലും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മളെ കയ്യിലുള്ള നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വാഷി ടാപ്പ് ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ ഓർക്കും ഇതേ വാഷി ടാപ്പ് ഇതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പെൻ പാലിംഗ് വീഡിയോസൊക്കെ കണ്ടപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ടേനി.
ഞാൻ ആദ്യം ഇതേപോലെ പെൻപാൽ നിട്ടാലോ വിചാരിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോക്ക്. പിന്നെ എനിക്ക് തോന്നി പെൻപാലിംഗ് വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് സെൻഡ് ചെയ്യുന്നതാണല്ലോ. ഇതിപ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാരും ആണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പം ഇതേപോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള വാഷി ടാപ്പൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ വേറെയും കുറച്ചും കൂടി വാഷി ടാപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് വാഷി ടാപ്പ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇതേപോലത്തെ കുറച്ച് വാഷി ടാപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, എന്നാൽ കണ്ടാൽ ഹാൻഡ് മെയ്ഡ് ആണെന്നൊക്കെ തോന്നുമോ? ഈ 2 വാഷി ടബ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഒരു ജേർണൽ സെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിനി. അപ്പം അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ജേർണലിംഗ് വീഡിയോസ് ഒക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ്, എന്നാൽ ചീപ്പായിട്ട് ഒരു ജേർണൽ സെറ്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടുവെക്കുക. ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അത്. പിന്നെ ഞാൻ ഇതേപോലത്തെ ബ്രൗൺ ലുക്ക് വരുന്ന, അതായത് ഒരു വിൻറ്റേജ് വൈപ്പ് തോന്നിക്കണ ഇങ്ങനത്തെ കുറച്ച് ബുക്കിലെ പേജസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ജേർണൽ ചെയ്യുമ്പോഴും ജേർണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ പഴയ ബുക്ക് ഉണ്ടാവണം എന്നില്ല, അതും ഇങ്ങനെ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നിക്കണത്. എൻ്റെ അടുത്ത് തന്നെ 80s ഏതൊരു ബുക്ക് ആണ് ഇത്, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്. അപ്പം അതുള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റൊക്കെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിലേ ഞാൻ അതിലെ പേജസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പം അങ്ങനത്തെ കുറച്ച് പേജസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു ബുക്കും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയലുണ്ട് ജേർണൽ ചെയ്യുമ്പം നമുക്ക് കുറച്ച് കട്ടിയുള്ള പേജസ് വേണം യൂസ് ചെയ്യാനെന്ന്. അപ്പം ഇതങ്ങനെ ഒരു 100 GSM ഒക്കെ വരുന്ന ഒരു ബുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് ഭയങ്കര ഈസി ആയിട്ടാണ് ഈ ഒരു ബുക്ക് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തുന്നി കൊടുക്കുന്നതിന് പകരം ഓട്ടിട്ടാണ്ട് ഇങ്ങനെ, അതായത് 2 ഓട്ട ഇട്ടിട്ട് അതിൽ നമ്മളിങ്ങനെ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ മെത്തേഡിലാണ് ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് കൂടെ തന്നെ ഇതേപോലെ ഒരു കുഞ്ഞു ബുക്കും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷോർട്സ് ആയിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ബുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം. അങ്ങനെ ഈ ബുക്ക് റെഡി ആയിട്ടോ. ഇതൊക്കെ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ ചട്ടയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു പാക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ കാണുമ്പം ഒരു ഇഷ്ടം തോന്നണമല്ലോ. അപ്പം ഞാൻ ഇതേപോലെ ഈ ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പാക്ക് ചെയ്യാൻ പോണത്. അപ്പം നമ്മളെ പാക്കിംഗ് അപ്പം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി നമുക്ക് ഇതൊക്കെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊക്കെ ഈ ഒരു പെട്ടിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മീഷോന്ന് ഫ്ലിപ്പിന്നൊക്കെ ജേർണൽ സെറ്റ് മേടിക്കുമ്പോൾ കിട്ടുമല്ലോ പെട്ടി, അങ്ങനത്തെ ഒരു പെട്ടിക്ക് ഇനി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറേ ബോക്സ് ഒക്കെ തപ്പിയെങ്കിലും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്ന് തന്നെ ഈ ഒരു ഐറ്റംസ് ഒക്കെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം കിട്ടിയിട്ടുള്ള ഒരു പെട്ടിയിൽ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ ഉള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ ഇതേപോലെ പേപ്പർ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ബോക്സ് ഒക്കെ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ജേണൽ കിറ്റൊക്കെ ആയിട്ട് ഈ ഒരു ബോക്സ് മാറിയിട്ടുണ്ട്. ഇനി നമ്മളെ ചാനലൊക്കെ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ വലിയ വലിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബോക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ഫുള്ളും സെറ്റാക്കി കേട്ടോ. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ബോക്സിൽ ഞാൻ ഈ ഒരു ലെറ്ററും കൂടി എഴുതിയിട്ട് വെക്കണുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് അടക്കാം. അപ്പൊ ഈ ഒരു ബോക്സിന്റെ മൂടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ബാഗ് എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ ആദ്യം ഒന്ന് പശ തേച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത്രക്കണ്ട് ടൈമൊന്നും ഒത്തു കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വേഗം എളുപ്പത്തിന് തീരാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റാപ്ലർ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണത്. അങ്ങനെ ഇപ്പം നമ്മളെ മൂടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പേപ്പർ ബാഗ് ആയതുകൊണ്ട് തന്നെ മുന്നിൽ കുറച്ച് ചുളിവൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും വിൻറ്റേജ് ഒരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവരുതല്ലോ. അത്രയ്ക്ക് പെർഫെക്റ്റ് ഇല്ലാത്തതാണല്ലോ നമുക്ക് എപ്പോഴും ഒരു ഭംഗി തോന്നിക്കുക. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യണ എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റാണ് ഇത്. അപ്പോൾ ഇതേപോലെ ഞാൻ പേപ്പർ രണ്ട് സൈഡ് ഇങ്ങനെ കോർണർ സൈഡിലായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മേലെ ഇതേപോലെ ഒരു റോസ് ഫ്ലവർ ഒക്കെ വെച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വിൻറ്റേജ് ലുക്ക് എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ ഇതിൽ ഡോട്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട് ഇനി. അപ്പം അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലായിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഞാനിത് പെട്ടെന്ന് ഇന്ന് തന്നെ കൊടുക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ഹറിബറിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു പാക്ക് വിത്ത് മീ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കണ്ട. പിന്നെ നെക്സ്റ്റ് ഞാൻ ഒരു ജേർണലിംഗ് വീഡിയോ ചെയ്താലോ വിചാരിക്കുന്നുണ്ട്. അതും റെയിനി തീമിൽ ഒരു റെയിനി ഡേയില്. ഇപ്പം എന്തായാലും നല്ല മഴയൊക്കെയാണല്ലോ. അപ്പോൾ അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആ പ്ലാൻ ക്യാൻസൽ ചെയ്യാം.